രാവിലെ വെറും 5 മിനിറ്റ് കൊണ്ട് കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സേമിയ ഉപ്പുമാവിന്റെ റെസിപ്പി ആട്ടോ. ഒട്ടും കുഴഞ്ഞു പോവാതെ ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ ഇതുണ്ടല്ലോ ഒട്ടും മസാലക്കൊത്തൊന്നും ഇല്ലാത്തൊരു ഉപ്പുമാവിന്റെ റെസിപ്പി ആട്ടോ. അപ്പൊ എങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നോക്കാം. ഞാനിപ്പോ ഇൻസ്റ്റന്റ് പോട്ടിന്റെ ഇലക്ട്രിക് കുക്കറിലാണ് കേട്ടോ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുക്കർ ഓൺ ആക്കിയിട്ട് സോട്ട് ചെയ്യാനുള്ള ഓപ്ഷനിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ചൂടായി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ എണ്ണ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ്, കടുക്, ഉലുവ, പരിപ്പ് ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില, ഒരു 1/2 കപ്പ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ള സവോള, ഒരു 1/2 കപ്പ് ക്യാരറ്റ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ മതി കേട്ടോ ബീൻസ്, അതുകൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് 2 കപ്പ് തന്നെ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് സേമിയക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇൻസ്റ്റന്റ് പോട്ട് നമ്മൾ പ്രഷർ കുക്കിന്റെ ഓപ്ഷനിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ കുക്കറിലാണെങ്കിലും ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഞാൻ ഈ ഇൻസ്റ്റന്റ് പോട്ടിന്റെ ഇലക്ട്രിക് പ്രഷർ കുക്കർ ആമസോൺ വഴിയാണ് കേട്ടോ വാങ്ങിച്ചത്. നിങ്ങൾക്കും ആമസോണിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ പറ്റും. അപ്പൊ ഇതാ സേമിയ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, ഒട്ടും മസാലക്കൊത്തൊന്നും ഇല്ലാത്ത ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സേമിയ ഉപ്മാവിന്റെ റെസിപ്പി. പിന്നെ ഈ ഒരു ഇൻസ്റ്റന്റ് പോട്ടിന്റെ ഇലക്ട്രിക് പ്രഷർ കുക്കറിൽ നമുക്ക് ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ വെക്കാട്ടോ. നമ്മൾ വിളമ്പുന്ന സമയത്ത് എടുത്താൽ മതി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് നമുക്ക് ആമസോൺ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്ന് വാങ്ങിച്ചു നോക്കിട്ടോ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്.